നമസ്കാരം. ബി.ജെ.പിക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തിൽ തുടക്കം മുതൽ തന്നെ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ തുടരുകയുമാണ്. അനവധി പാർട്ടികൾ കൂടിച്ചേരുന്ന ഇന്ത്യ സഖ്യത്തിൽ ഓരോ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പോലും അവരവരുടെ പാർട്ടിക്കാരാകണം എന്നുള്ള നിർബന്ധമാണ് പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം ജനതാദൾ യുണൈറ്റഡിൻ്റെ യോഗം നടന്നിരുന്നു. അതിൽ നിതീഷ് കുമാറിനെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യമാണ് പാർട്ടി ഉന്നയിച്ചത്. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണോ മറ്റു പാർട്ടികളാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സഖ്യം കൃത്യമായി ഏകോപനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ഇതിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ സഖ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആദ്യം ഡൽഹിയിൽ രൂപം കൊണ്ട പാർട്ടി പിന്നീട് ഡൽഹിയിൽ അധികാരം പിടിക്കുകയും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ശക്തിയായി ആം ആദ്മി പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പഞ്ചാബിൽ ഭരണം പിടിച്ചതടക്കം ഗുജറാത്തിൽ വലിയ മുന്നേറ്റം നടത്തിയതടക്കം ഒക്കെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ചർച്ചയിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ജയസാധ്യതയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ പാർട്ടി തീരുമാനിച്ചു. പട്ടിക ഇന്ന് നടക്കുന്ന ഇന്ത്യ യോഗത്തിൽ കൈമാറുമെന്നാണ് സൂചന. പഞ്ചാബിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും ബി.ജെ.പിയെ തോൽപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും എ.പി വക്താവും എം.എൽ.എയുമായ സഞ്ജീവ് ഝാ പറഞ്ഞു. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസിനെ അട്ടിമറിച്ചാണ് എ.പി സംസ്ഥാന ഭരണം പിടിച്ചെടുത്തത്. ഇരു സംസ്ഥാനങ്ങളിലും രണ്ടു പാർട്ടികളും തമ്മിൽ പരമ്പരാഗതമായി വൈരം നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ വൈരങ്ങളൊക്കെ മറന്ന് ദേശീയ സാഹചര്യം കണക്കിലെടുത്ത് യോജിച്ച തീരുമാനമെടുക്കാനാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ നീക്കം. പക്ഷേ അവർ ചോദിക്കുന്ന സീറ്റുകൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒരേപോലെ ജയസാധ്യതയുള്ള സീറ്റുകളും വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും, അതായത് ഡൽഹിയിലും പഞ്ചാബിലും സീറ്റ് വിഭജനത്തിൽ ധാരണ എത്തേണ്ടത് കോൺഗ്രസുമായിട്ടാണ്. പഞ്ചാബിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം അവകാശവാദത്തിന് ശക്തി കൂട്ടും. അതോടുകൂടി കോൺഗ്രസ് മറ്റൊരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. ഡൽഹിയിൽ ദുർബലമായ കോൺഗ്രസ് വലിയ അവകാശവാദങ്ങൾക്ക് മുതിർന്നേക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. 7-ൽ 4 സീറ്റുകൾ ഡൽഹിയിൽ അവകാശപ്പെടാനാണ് നീക്കം. അതേസമയം പഞ്ചാബിലെ സഖ്യനീക്കങ്ങൾക്ക് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് വലിയ തടസ്സമാണ്. മുഴുവൻ സീറ്റുകളിലും തനിച്ചു മത്സരിക്കും എന്നാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ 13 സീറ്റുകളിലും വിജയസാധ്യതയുണ്ടെന്നാണ് ആപ്പ് വിലയിരുത്തുന്നത്. ഹരിയാന, ഗുജറാത്ത് അടക്കം സംസ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഒറ്റയ്ക്ക് ഈ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെ സീറ്റ് ധാരണയെക്കുറിച്ച് ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അതേസമയം നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം നിലപാട് കടുപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കും എന്ന ആശങ്ക ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട്. എന്തായാലും സീറ്റ് വിഭജനത്തിൽ വലിയ ചർച്ചകൾ വരും, വലിയ തർക്കങ്ങൾ വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസുമായി കൃത്യമായി ധാരണയിലെത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന് സ്വയം സമ്മതിക്കേണ്ടി വരും. പ്രത്യേകിച്ചും പഞ്ചാബിൽ വലിയ ശക്തിയായി ആം ആദ്മി പാർട്ടി മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ ആം ആദ്മി ചോദിക്കുന്ന സീറ്റുകൾ കൃത്യമായി തന്നെ കോൺഗ്രസ് നൽകേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിക്കകത്ത് ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. എല്ലാവരും ഏകോപനത്തോടെ തീരുമാനമെടുത്ത് ബി.ജെ.പിക്കെതിരെ നീങ്ങണം എന്നുള്ള ഒരാശയമാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത് എന്ന് പാർട്ടി പറയുന്നു. പക്ഷേ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ തങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലാണ് ആം ആദ്മി പാർട്ടി എന്നും വിലയിരുത്തപ്പെടുന്നു.